കലോത്സവ വേദികളിലെ പുഷ്പങ്ങളുടെ പേരിൽ ദേശീയ പുഷ്പമില്ല. വിവാദം ഒഴിവാക്കാനാണ് താമരയെ ഒഴിവാക്കിയതെന്ന് വിശദീകരണം. താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. വിവാദം ഒഴിവാക്കാൻ വേണ്ടി കിട്ടുന്നത് മാത്രമേ. എന്റെ ദൈവമേ, ഇനി താമരപ്പൂവിനെ എങ്ങാനും നിരോധിക്കോ കേരളത്തില്? കറുപ്പിനെ പേടി, ചോദ്യങ്ങളെ പേടി, പാട്ടിന് പേടി. പിന്നെ എങ്ങനെയായിരിക്കും ഇദ്ദേഹം നമ്മുടെ പിണറായിയെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നതെന്ന് മനസ്സിലാകുന്നു. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഭാരതമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് ഇത്തവണ പൂക്കളുടെ പേരാണ്. സാധാരണ ഇവർ ഇങ്ങനെ പലതരം പേരുകൾ ഇടാറുണ്ടല്ലോ. 25 പൂക്കളുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സൂര്യകാന്തി, ചെണ്ടുമല്ലി, റോസ തുടങ്ങി കർണികാരം വരെയുണ്ട് ലിസ്റ്റിൽ. പക്ഷെ അതിൽ ദേശീയ പുഷ്പം താമരയില്ല. കലോത്സവ വേദിയുടെ പേരിൽ നിന്നും ദേശീയ പുഷ്പമായ താമര ഒഴിവാക്കിയതിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. താമരപ്പൂക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. താമര എന്താ പൂവല്ലി? അതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണെന്ന്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ചിഹ്നമാണ്, അങ്ങനെ പറ സഖാവേ. പിന്നെ അണ്ണ, പാർട്ടി ചിഹ്നം മാത്രമല്ല കേട്ടോ, ദേശീയ പുഷ്പം കേട്ടിട്ടുണ്ടോ? ആരോട് പറയാം? ഇടതുപക്ഷം എന്ന് പറയാൻ തന്നെ ദേശീയതയെ ഭയപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ ഉള്ളത് കയ്യിലൊരു സംസ്ഥാനം. എന്നിട്ട് ഈ അഹങ്കാരവും അസഹിഷ്ണുതയും, കലയും സംസ്കാരവും ആഘോഷിക്കുന്ന വേദികളിൽ പോലും രാഷ്ട്രീയ വിദ്വേഷം പടർത്തുന്ന ഒരു പാർട്ടിയും സർക്കാരും, അതും കുട്ടികളുടെ കലാമാമാങ്കം നടക്കുന്നിടത്ത് എന്നതാണ്. എന്തൊരു അപകടകരമായ സാഹചര്യം. മറ്റുള്ള പുഷ്പങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ താമരയുടെ പേരും കൂടി ചേർത്തിരുന്നെങ്കിൽ അത് ആ രീതിയിൽ അങ്ങനെയൊക്കെ അങ്ങ് പോയേനെ. ഇതിപ്പോ താമരയെ ഒഴിവാക്കി ഒരു വിവാദമാക്കിയ സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നതേ താമരയെ കുറിച്ചാണ്. കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാണ്. കൈകൊണ്ടിന് ചോറുണ്ണാൻ കഴിയാത്ത സാഹചര്യമൊന്നും കേരളത്തിൽ ഇല്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അണ്ണന്മാർ തോറ്റമ്പി. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആർക്കും കാണും പേടി. ഇനി താമര എങ്ങാനും വിരിയോ, പ്രത്യേകിച്ച് നേമത്തെ, അതാണ് പേടി. താമര വിരിയും എന്നവർക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതാണ് പൂവിനോട് പോലും കലിപ്പ്. ദേശീയമായിട്ടുള്ള എല്ലാത്തിനെയും അവർ ഭയപ്പെടുന്നു, അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവര് തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തരംതാണ സമീപനം നടത്തുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള വില ഇവർക്ക് കൊടുക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. ഈ ഘട്ടത്തിൽ പറയുന്നതും ചോദിക്കുന്നതും ശരിയാണോ എന്നറിയില്ല, എങ്കിലും പറയുകയാണ്. വീട്ടിൽ താമര നട്ടു വളർത്തിയാലേ ഐശ്വര്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. വേദി നമ്പർ 15 ഡാലിയ എന്നുള്ളത് മാറ്റി താമര ആക്കിയിട്ടുണ്ട്. താമര ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ഉയർന്നു. ഇതിലൊരു വിവാദ ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. വിജയോത്സവം നന്നായി നടന്നു പോട്ടെ. എങ്ങനെ ഇരിക്കണം?